ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നോട്ട് ഞാൻ യൂട്യൂബിലൊരു ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ചമ്മലുണ്ട്. കാരണം ഡയറക്റ്റ് ഞാൻ ആരെ കണ്ടാലും ഞാൻ കത്തി വെച്ച് ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഓൺ വോയിസ് ഇടാനും അത് യൂട്യൂബിലോട്ട് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മടികളൊക്കെ ഉണ്ട്. എന്നാലും ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി ഞാൻ മിറർ സെൽഫ് കോൺഫിഡൻസിൻ്റെ എടുത്തു. അത് വേറെ ഒന്നും കൊണ്ടല്ല, മിററിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓവറാണോ അല്ലെങ്കിൽ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ എനിക്ക് ഷോപ്പിൽ പോകാൻ സമയമായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. നമ്മുടെ വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതൊക്കെ എല്ലാവരും ഡെയിലി എടുക്കുന്നല്ലേ. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റീസൊക്കെ കാണിക്കാൻ പറ്റുമെന്നുള്ളത് ഞാനും കൂടി നോക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ടുള്ളൊരു മേക്കപ്പും കൊണ്ട് അപ്പോൾ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാം. അപ്പം ഇനി ഷോപ്പിലെത്തിയിട്ട് കാണാം. അപ്പം ഞാനെപ്പോഴും ഷോപ്പിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഫുഡ് എടുക്കാറുണ്ട്. ഇന്ന് ഭയങ്കര വെയിലാണ്, ഇപ്പോൾ രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഷോപ്പിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് കുറച്ച് വൈകിട്ട് നമ്മളെ വീടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലോട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്താനും പറ്റും. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സ്റ്റാഫ് പോവുകയാണ്. അവൻ പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു സ്റ്റാഫിനെ പോലെയല്ല അവരെ കാണാറ്. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ഇന്ന്. പിന്നെ നമ്മൾക്ക് അത് അങ്ങനെയാണല്ലോ, കാരണം നമുക്കെല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നില്ല. ഇതാണ് നമ്മുടെ ഓൺ ടൗൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോയും മാക്സിമം എല്ലാം അടുത്ത് തന്നെയുണ്ട്. കാരണം ഇപ്പോൾ അത്യാവശ്യം എല്ലാ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പും അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ മെട്രോൻ്റെ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു സെയിൽ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പിടിച്ചു നിന്നും പോകും. അങ്ങനെയാണല്ലോ വേണ്ടതും. ഇതിപ്പോൾ ഞാൻ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. എനിക്കറിയില്ല ഇതൊക്കെ ശരിയാണോ ഞാൻ എടുക്കുന്നതെന്നും. എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ ഒരു വ്ളോഗ് ഇങ്ങനെ ഇടണമെന്ന്. ഞാനിവിടെ സ്ഥിരം കാണുന്ന കാഴ്ചക്കാരാണ്. ഇവരെപ്പോഴും ഉണ്ടാവും. ഏകദേശം എൻ്റെ ഷോപ്പ് എത്താറായി. അപ്പം ഞാൻ എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യാറ് ഇവിടെയാണ്. പക്ഷേ ഇന്ന് അവിടെയൊക്കെ ആരൊക്കെയോ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഞാനില്ലെങ്കിൽ ഫ്രണ്ടിലിടാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ കയറ്റിയിടാം. ഷോപ്പിൻ്റെ ഫ്രണ്ടിലിടുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആകെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡൊക്കെ നമുക്ക് ഫുൾ റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടൈമിൽ നല്ല ബിരിയാണിയുടെയും ചിക്കൻ്റെ ഒക്കെ സ്മെല്ലാണ്. പക്ഷേ നമ്മൾ കുറച്ചങ്ങനെ ബിരിയാണി ഒന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എപ്പോഴും ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ കൊണ്ടുവരാറ്. ഏകദേശം നമ്മുടെ ഷോപ്പിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഷോപ്പ്. അപ്പോൾ അവൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പുതിയ സ്റ്റാഫാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഞാൻ ഷോപ്പിലോട്ട് എത്തി. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ വരുമ്പോൾ ഞാൻ കസ്റ്റമേഴ്സിനെ ഒന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തു അങ്ങനെ വെക്കൊന്നുമില്ല. കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഓൺ വോയിസ് ശരിയാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിങ്ങനെ അല്ലറ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കും. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ. പ്രത്യേകിച്ച് നമുക്കിനി ഷോപ്പിൽ നിന്ന് ഇനി വേറൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഡെയിലി നമുക്കിതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ നല്ല നല്ല കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഷോപ്പിൽ എൻ്റെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം മിററാണ് ഇത്. നമ്മുടെ ഷോപ്പ് നെയിം തന്നെയാണത്. ആ ഷോപ്പ് നെയിമിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും ഇതിൽ നിന്നാണ് എൻ്റെ മേക്കപ്പും കാര്യങ്ങളും. മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്നെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാറ്. ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മളെപ്പോഴും നമ്മളിങ്ങനെ റീഫില്ല് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ്സ് താഴ്ഭാഗത്ത് നിന്നുള്ളത് മേളിലേക്ക് ആക്കിയിട്ട് മേളത്ത് നമ്മൾ പുതിയത് താഴെ ഇടുക. കാരണം നമ്മളങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലാണ് ചോക്ലേറ്റ്സ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്കിവിടെ റീഫിൽ ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഓൾറെഡി ഇതൊക്കെ കാലിയാക്കി വെച്ചേക്കാണ്. പക്ഷേ ഇല്ല, കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാന്നുള്ളത് നമുക്ക് വലിയൊരു ടാസ്ക്. വളരെ
സൂക്ഷിച്ച് കണ്ടൊക്കെ എടുക്കണം. എന്നിട്ട് നമ്മള് അപ്പോൾ ഷോപ്പിൽ ഞാൻ ഓരോ ചോക്ലേറ്റ്സ് ആയിട്ട് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കാർട്ടൺ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല. ചില ആൾക്കാർ പറയും ഓ ഷോപ്പിൽ പോയിട്ട് എന്താണെന്ന് എനിക്ക് ഇത്ര പണിയെന്ന്. അങ്ങനെയല്ല, ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും. നമുക്ക് അത്യാവശ്യം നല്ല പണിയാണ്. കുറേ സമയം ഞാൻ ഷോപ്പിലിരുന്ന് നമുക്ക് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ പുറത്തേത്തെ കാഴ്ചകൾ കണ്ടിരിക്കും. വേറെ ഒന്നല്ല, ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുന്ന രസമാണ്. ചില ആൾക്കാർ എന്നോട് ചോദിക്കും കേട്ടോ, നിനക്കിങ്ങനെ ബോറടിക്കുന്നില്ല ഇവിടെ ഇരുന്നിട്ട്? എന്ത് ബോറടിയാ? നമ്മളെപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കണം. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. കുറേ സമയം ഇങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം എണീക്കും കേട്ടോ. പിന്നെ ഒരു വൈബ്സൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയത്തെ കൺമഷിയൊക്കെ തൂത്തുള്ളൂ. ഞാൻ മറ്റേ ഹിമാലയയുടെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. അത് എനിക്കങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഒരിക്കലും ഇൻസ്റ്റയിലൊന്നൊരു റിവ്യൂ കണ്ട് അല്ലെങ്കിൽ ഒരു ക്രീമ് പോലും ഞാനൊന്നും വാങ്ങിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. ഒരാൾ പറയണ കേട്ടിട്ടോ. കാരണം അവർ ഒരു ദിവസം ഒന്നാണെങ്കിൽ പിറ്റേ ദിവസം ഒരു വേറെയാണ് ക്രീംസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ. നമ്മളതൊക്കെ കണ്ട് നമുക്കതുപോലെ വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതൊന്നും അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. എന്നെക്കൊണ്ട് ഞാൻ കൺമഷി ചെയ്തും കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടും, ചില സമയത്ത് കുറച്ച് ഹൈ ഷാഡോ ഇടും, അതൊക്കെ തന്നെ. മുഖത്ത് അങ്ങനെ ക്രീംസോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കും. അപ്പോഴേക്കും പിന്നെ കുട്ടികൾ വന്നാൽ പിന്നെ അവർ വിളിക്കാൻ വേണ്ടി പോയിട്ടോ. ഇന്ന് ഞാനും സഫാനും കൂടിയും ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോയിട്ടോ. കാരണം അവൻ എന്തായാലും പോവുകയല്ലേ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അവൻ എന്നോട് ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു റൈഡ് പോകണേ, നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോകണേന്ന്. പിന്നെ ഞങ്ങളിങ്ങനെ പോയി, ചുമ്മാ ഒരു റൈഡൊക്കെ പോയി. കാരണം അവനും ഇനി അവൻ്റേതായിട്ടുള്ളൊരു ഫ്യൂച്ചറും അവൻ്റെ കാര്യങ്ങളായിട്ട് അവനും തിരക്കായിരിക്കുമല്ലോ. പിന്നെ എനിക്കവനെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ കൂടെ ഒരുപാട് നാൾ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. നമ്മളതൊന്ന് അഡ്ജസ്റ്റബിളായിട്ട് വരാനും കുറച്ച് ടൈമൊക്കെ എടുക്കും കേട്ടോ. ആളെപ്പോഴും ഭയങ്കര എനർജിയാണ്. കാരണം അവൻ പോസിറ്റീവ് ആക്കും. പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് ആൾ. പക്ഷേ പാവമാണ് കേട്ടോ, ഭയങ്കര പാവമാണ്. അങ്ങനെ ഇന്നത്തെ ഡേ ഏകദേശം എൻ്റെ പറയും. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ വീട്ടിലെത്തി. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഞാനിങ്ങനെ ചുമ്മാ കിടക്കും കേട്ടോ. കാരണം ഒരുപാട് ഓടിയിട്ട് വരുമ്പോൾ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ കുറച്ച് സമയമൊന്നിങ്ങനെ കിടന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിക്കാനൊക്കെ പോവുക. പിന്നെ കുളിച്ച് ഇനി ഫുഡൊന്നും കഴിക്കില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കും. എനിക്കങ്ങനെ വിശപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ അത്രയ്ക്ക് തന്നെ. ഇനിയിപ്പോൾ രാത്രി കുളിക്കുക, കിടക്കുക, ഉറങ്ങുക. പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് മോർണിംഗ് എണീക്കുക. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.